സംസ്ഥാനത്തെ സ്വിഗ്ഗി ജീവനക്കാരുടെ സമരം താൽക്കാലികമായി നിർത്തി. തൊഴിൽ മന്ത്രി ചർച്ച നടത്താമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. വേതന പരിഷ്കരണം, ജോലി സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് സ്റ്റോറുകളിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് മാനേജ്മെന്റ് ജീവനക്കാരുമായി ഉണ്ടായ സംഘർഷത്തിൽ സ്വിഗ്ഗി ജീവനക്കാരന് പരിക്കേറ്റു. മുഹ്സിന അസു വിശദാംശങ്ങൾ നൽകും. മുഹ്സിന, കൊച്ചിയിൽ എങ്ങനെയായിരുന്നു സമരം നടന്നിരുന്നത്? ഇപ്പോൾ ഈ തൊഴിൽ മന്ത്രി നൽകിയ ഒരു ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവർ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണ്. നേതാക്കളൊക്കെ എന്താണ് പറയുന്നത്? സൈഫുദ്ദീൻ, കൊച്ചിയിൽ ഇന്ന് പ്രത്യക്ഷത്തിൽ ഒരു സമരം ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാവരും ജോലിയിലുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിൽ തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ ഇന്ന് സ്വിഗ്ഗി ജീവനക്കാർ പൂർണ്ണമായും പണിമുടക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അവർക്ക് അക്കാര്യപ്പെട്ട് സൊമാറ്റോ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കുചേർന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. കൊച്ചിയെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ പ്രധാന വാർത്തയായിരുന്നു ഈ 28 ദിവസം നീണ്ടുനിന്ന സ്വിഗ്ഗി ജീവനക്കാരുടെ സമരം. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ കാര്യമായ രീതിയിൽ കൊച്ചിയിൽ സമരമുറകളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചിയിലെ സ്വിഗ്ഗി ജീവനക്കാർ. എന്താണെങ്കിലും നിലവിൽ ഈ തൊഴിൽ വകുപ്പുമായി ഈ സ്വിഗ്ഗി മാനേജ്മെന്റ് ചർച്ചയ്ക്ക് പങ്കെടുക്കും, അതിലൊരു പരിഹാരം കാണും എന്നുള്ള ഒരു ഉറപ്പ് തൊഴിൽ മന്ത്രി നൽകിയതിനെ തുടർന്ന് സമരം പിൻവലിക്കാൻ ധാരണയായിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തിരുവനന്തപുരത്ത് നിന്ന് ഉറപ്പ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും പൂർണ്ണമായും ഈ സമരത്തിൽ നിന്ന് ജീവനക്കാർ പിൻവാങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള സമരത്തിനാണ് കോഴിക്കോടും തിരുവനന്തപുരത്തും സാക്ഷ്യമായത്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു സമരത്തിൽ CITU യൂണിയൻ നേതാവിന്റെ തലയ്ക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. മാനേജ്മെന്റ് ജീവനക്കാർ ആക്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ വലിയ രീതിയിൽ കൊച്ചി, പ്രത്യേകിച്ച് ദിവസങ്ങളോളം കൊച്ചിയെ സംബന്ധിച്ച് പ്രധാനമായും ഈ ഓൺലൈൻ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകൾ, ഇവിടെ അറിയാമല്ലോ മെട്രോ സിറ്റിയാണ്, അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങുന്നത് വലിയ രീതിയിൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഈ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നത് പല തവണ അത് വലിയ സമരങ്ങൾ ഉണ്ടായിട്ടോ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇവർ എല്ലാ പ്രാവശ്യവും ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ 28 ദിവസം നീണ്ടുന്ന സമരത്തിന് ശേഷം വീണ്ടും ഒരു വർഷം തികഞ്ഞിട്ടില്ല. അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വീണ്ടും സ്വിഗ്ഗി ജീവനക്കാർക്ക് സമരത്തിന് വരണമെങ്കിൽ നേരത്തെയും സമാനമായ രീതിയിൽ സർക്കാരും അതുപോലെ തന്നെ സ്വിഗ്ഗി മാനേജ്മെന്റും ഒക്കെ തന്നെ ഉറപ്പുകൾ നൽകിയിരുന്നു. ആ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള സമരമുറകളുമായി ഇവർ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് നമുക്കറിയാം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും അതുപോലെ തന്നെ വാഹനത്തിന് ഇന്ധനം നിറക്കുന്നതിനും ഒക്കെ തന്നെ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ്, അതായത് വലിയ രീതിയിൽ പണം ചെലവാക്കേണ്ടി വരുന്നൊരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഇവർ യാത്ര ചെയ്ത, അതായത് ഓരോ കിലോമീറ്ററും ഇവർക്ക് ലഭിക്കേണ്ട തുകയിൽ നിന്ന് മൊത്തത്തിൽ കൂട്ടി വരുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന തുക, അല്ലെങ്കിൽ അവർക്ക് നിത്യജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകാൻ ലഭിക്കേണ്ട തുക ഒന്നുമല്ല അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഇതിലൊരു വേതന വർധന ആവശ്യമുണ്ട്. ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, അതിൽ ആനുകൂല്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വിഗ്ഗി മാനേജ്മെന്റ് പലതവണ കണ്ണടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്.